അലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. മുൻ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഒരു പെൺകുട്ടി ലേസർ രശ്മികൾ പതിക്കുന്നത് നോക്കി നിൽക്കുന്നതാണ്. ഇതിനിടെ അവൾ എന്തോ ആലോചിക്കുകയും അവൾ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ വീഴാൻ പോയതും അവളുടെ അച്ഛൻ അവളെ പ്രോത്സാഹിപ്പിച്ച് കയറുന്നതും അവൾ ആലോചിക്കുന്നു. ശേഷം അവൾ മനസ്സിൽ ഇതും ഞാൻ ജയിച്ചു വരുമെന്ന് അച്ഛനോട് മനസ്സിൽ പറയുന്നതോടെ രണ്ടാമത്തെ എപ്പിസോഡ് അവിടെ വെച്ച് ആരംഭിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അരിസുവിനെ ആണ്. അവൻ അവിടെയുള്ള കാറുകളിലൊക്കെ കയറി സ്റ്റാർട്ട് ആവുമോ എന്ന് നോക്കുന്നുണ്ടെങ്കിലും കാറൊന്നും സ്റ്റാർട്ട് ആവുന്നില്ല. അതോടെ അരിസു ചോട്ടയുടെ അടുത്തേക്ക് പോകുന്നു. ശേഷം അവർ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറയുകയും IC ചിപ്പുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസും നശിച്ചുപോയി. പുതിയ തരം ക്യാമറയും ടിവിയും ഒന്നും വർക്ക് ആവുന്നില്ല. പക്ഷേ ഈ പഴയ മോഡൽ റേഡിയോ വർക്ക് ആവുന്നുണ്ട്. കാരണം ഇതിന് IC ചിപ്പൊന്നുമില്ല. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അരിസു ചോദിക്കുമ്പോൾ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ആക്രമണമായിരിക്കാം. ഞാനിതിനെ പറ്റി ഓൺലൈനിൽ വായിച്ചിട്ടുണ്ട്. ഒരു നഗരത്തിലെ മുഴുവൻ ഇലക്ട്രോണിക് ഡിവൈസും തകർക്കാനുള്ള ഒരു ആയുധമാണ് അത്. ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ അരിസു ചോദിക്കുകയും പക്ഷേ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഫോൺ വർക്ക് ആവുന്നുണ്ടല്ലോ എന്നൊക്കെ അരിസു പറയുമ്പോൾ അതിനെപ്പറ്റി എനിക്കറിയില്ല എന്ന് ചോട്ട പറയുകയും ഇതിനിടെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ഷിബുക്കിയെയും കറുബയും ആണ്. അവർ രണ്ടുപേരും സൂപ്പർ മാർക്കറ്റിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ കളക്ട് ചെയ്യുകയും ഇതിനിടെ കറുബെ ഒരു കത്തിയെടുത്ത് കയ്യിൽ വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവർ നാലുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടെ ഷിബുക്കി അവരോട് എല്ലാവരും അപ്രത്യക്ഷമാവുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ഞങ്ങൾ മൂന്നുപേരും ബാത്റൂമിലാണെന്ന് അവർ പറയുന്നു. മൂന്നുപേരും ബാത്റൂമിൽ ഒരുമിച്ച് എന്തിനാണ് കയറിയതെന്ന് അവൾ ചോദിക്കുമ്പോൾ കറുബെ അതൊക്കെ പോട്ടെ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇതോടെ അവൾ ഞാൻ ഓഫീസിലെ വാഷ്റൂമിൽ ആയിരുന്നു എന്ന് പറയുകയും ഞാനിവിടെ 3 ദിവസമായി എത്തിയിട്ട് ഞാൻ നിങ്ങൾ വരുന്നതിന് മുന്നേ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മാത്രം വിജയിച്ചു, ബാക്കി എല്ലാവരും മരിച്ചു എന്നൊക്കെ അവൾ പറയുന്നു. ഇതിനിടെ കറുബെ നീ അവരെ കരുവാക്കി കാണും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, പക്ഷേ എനിക്ക് ജീവിക്കണമായിരുന്നു എന്ന് അവൾ പറയുന്നു. ഇതിനിടെ അരിസു അതെന്ത് ഗെയിമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു വിഷവാതകം ഉപയോഗിച്ചുള്ള ഗെയിമായിരുന്നു. അതിൽ എല്ലാവരും ചോര ഛർദ്ദിച്ചാണ് മരിച്ചത്. ചിലരുടെ കണ്ണിൽ നിന്ന് വരെ ചോര വന്നു എന്നൊക്കെ അവൾ പറയുന്നു. ശേഷം അവർ നമ്മൾ ഇന്നലെയാണ് എത്തിയത്, പക്ഷേ ഷിബുക്കി 3 ദിവസം മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവല്ല ടൈം ട്രാവലുമാണോ എന്നൊക്കെ ചോട്ട ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ഗെയിം ആരോ ഉണ്ടാക്കിയതാണെന്ന് അരിസു പറയുന്നു. ഇതിനിടെ ഷിബുക്കി ഞാനൊരു റൂമർ എന്റെ കമ്പനിയിൽ നിന്നും കേട്ടായിരുന്നു. യൂറോപ്പിലെ ഒരു IT കമ്പനി ഈ ലോകത്തിന് സമാനമായി ഒരു വിർച്വൽ ലോകം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റിയലും വിർച്വലും കണ്ടാൽ തിരിച്ചറിയില്ലേ എന്ന് കറുബെ പറയുന്നു. ഇതിനിടെ ചോട്ടയ്ക്ക് പൊള്ളലേറ്റ സ്ഥലത്ത് നിന്ന് വേദനിക്കുന്നു. അതോടെ അരിസു വിആറിൽ നിന്നും ഒരിക്കലും പൊള്ളലേൽക്കില്ല എന്നൊക്കെ പറയുകയും ഇത് ദൈവത്തിന്റെ പരീക്ഷണമാണെന്നൊക്കെ ചോട്ട പറയുന്നു. ശേഷം അന്ന് രാത്രി ആയിരിക്കുകയാണ്. നമ്മളവനെ ഒരു ഡോക്ടർക്ക് കാണിക്കണം എന്ന് അരിസു കറുബയോട് പറയുകയും അവന് നല്ല വേദനയുണ്ട് എന്നൊക്കെ പറയുന്നു. ഇതിനിടെ കറുബെ അവനോട് നമുക്ക് രണ്ടുപേർക്കും നാളെ തന്നെ ഗെയിമിൽ ചേരണമെന്ന് പറയുമ്പോൾ അത് വേണോ, നമുക്ക് ഇപ്പൊ തന്നെ 3 ദിവസത്തെ വിസയുണ്ട് എന്ന് അരിസു പറയുന്നു. എടാ നമുക്ക് ഒരു ഗെയിം കൂടി കളിക്കുന്നതാണ് നല്ലത്, കാരണം അടുത്ത ഗെയിം ചോട്ടയുടെ പൊള്ളയേറ്റ കാലും വെച്ചാണ് കളിക്കേണ്ടത്. പക്ഷെ നമ്മൾ അതിന് മുന്നേ കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡോക്ടറെയോ നഴ്സിനെയോ കിട്ടുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ചോട്ടയുടെ കാല് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാമെന്ന് കറുബെ പറയുന്നു. ഇതിനിടെ ചോട്ടയും ഷിബുക്കയും കാണിക്കുന്നു. ഷിബുക്കി ചോട്ടയുടെ മുറിവ് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഗെയിം ആരംഭിക്കാൻ പോകുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഇതിനിടെ നമ്മൾ എപ്പിസോഡ് 1ന്റെ ലാസ്റ്റിൽ കണ്ട പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയും ഗെയിമിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനിടെ ഒരു പയ്യൻ ടോക്കിയോയിലെ എല്ലാവരും എവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയും ഞാൻ ആദ്യമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾ ഒന്നും മിണ്ടുന്നില്ല. ഇതിനിടെ ഒരു പട്ടാളക്കാരനൊക്കെ ഗെയിമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ശേഷം അരിസുവും കറുബയും അങ്ങോട്ടേക്ക് എത്തുകയും ശേഷം അവർ ഗെയിമിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനിടെ അരിസു അവിടെയുള്ള ഒരു വെള്ളമുടിയും വെള്ള ഡ്രസ്സൊക്കെ ഇട്ട ആളെ ശ്രദ്ധിക്കുകയും അവൻ നോക്കുമ്പോൾ അവിടെ നിന്ന് അവൻ എന്തോ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഫോണിൽ മെസ്സേജ് വരികയും രജിസ്ട്രേഷൻ അവസാനിച്ചു, ടോട്ടൽ പ്ലേയേഴ്സ് 13 എന്നും അതിൽ കാണിക്കുന്നു. ഇതിനിടെ ആ പയ്യൻ അരിസുവിനോട് ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അരിസു അവനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കറുബെ അവനെ തടയുന്നു. എടാ നിനക്കിത് ഓർമ്മയില്ലേ, ഷിബുക്കിയും നമുക്ക് എന്താണ് ഇതെന്ന് പറഞ്ഞു തന്നിട്ടില്ല, അതുപോലെ നിൽക്കാം നമുക്കും എന്ന് കറുബെ പറയുന്നു. ഇതിനിടെ വീണ്ടും ഫോണിൽ മെസ്സേജ് വരികയും ഡിഫിക്കൽട്ടി ലെവൽ 5 സ്പേഡ്സ് കാർഡ് എന്നും അതിൽ മെസ്സേജ് വരുന്നു. അതോടെ കറുബെ സ്പേഡ്സ് 5 എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഫിസിക്കൽ ഗെയിമാണ്, എന്റെ പേര് നിതോബെ, കണ്ടതിൽ സന്തോഷം എന്ന് പറയുമ്പോൾ കാർഡിലെ ഓരോ അടയാളത്തിനും ഓരോ അർത്ഥമാണല്ലേ എന്ന് അരിസു ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയും ക്ലവർ ചിഹ്നം ടീമായിട്ടുള്ള കളി, ഡയമണ്ട് ചിഹ്നം ബുദ്ധി വെച്ചുള്ള കളി, ഹാർട്ട് ആണെങ്കിൽ അതാണ് ഏറ്റവും എടങ്ങേറ് പിടിച്ച കളി എന്ന് അയാൾ പറയുമ്പോൾ അതെന്താണ് എന്ന് അരിസു ചോദിക്കുകയും അത് ചിന്തയുടെ കളിയാണ്, ആളുകളുടെ ഹൃദയം വെച്ചുള്ള കളി. അപ്പോ നമ്പറോ എന്ന് അരിസു ചോദിക്കുകയും കാർഡിലെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഗെയിമിലെ ബുദ്ധിമുട്ടും കൂടും, അതാണ് അതിനെ സൂചിപ്പിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടെ ഫോണിൽ നിന്നും വീണ്ടും മെസ്സേജ് വരികയും ഗെയിമിന്റെ പേര് ടാഗ് ഗെയിം, ഗെയിമിന്റെ നിയമം ടാഗറിൽ നിന്നും ഓടി ഒളിക്കുക. ഇതിനിടെ അരിസു ആരായിരിക്കും ടാഗർ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കങ്ങനെ അറിയാമെന്ന് കറുബെ പറയുന്നു. ഇതിനിടെ ഗെയിം പൂർത്തിയാക്കാനുള്ള നിബന്ധന അതിൽ മെസ്സേജ് വരികയും സമയപരിധിക്കുള്ളിൽ കെട്ടിടത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്വിച്ച് കണ്ടെത്തുക, ശേഷം അത് അമർത്തുക, എന്നാൽ ഗെയിം പൂർത്തിയാവും. ഗെയിമിന്റെ സമയപരിധി 20 മിനിറ്റ്. 20 മിനിറ്റിനുള്ളിൽ അത് അമർത്തിയില്ലെങ്കിൽ കെട്ടിടത്തിൽ ഒളിപ്പിച്ചു വെച്ച ടൈം ബോംബ് പൊട്ടിത്തെറിക്കുന്നതാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നു. ഇതേ സമയം ചോട്ട ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഷിബുക്കി അങ്ങോട്ടേക്ക് വരികയും
വരികയും അവനോട് സംസാരിക്കാനും തുടങ്ങുന്നു. ശേഷം നിന്റെ 2 ഫ്രണ്ട്സും അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയുകയും അവൾക്ക് മുന്നോട്ടുള്ള ഗെയിമിൽ അവനെ കൊല്ലാനിട്ട് കൊടുത്ത് ജയിക്കാൻ വേണ്ടി അവൾ അവനെ സോപ്പിടുകയും ചോട്ട അവളെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അരിസുവും കറുബയും അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അരിസു അയാളോട് നിങ്ങൾ ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ബ്രോക്കറാണ് എന്ന് അയാൾ പറയുന്നു. നിങ്ങൾ ഇതിനു മുന്നേ ഈ ഗെയിം എത്ര തവണ കളിച്ചിട്ടുണ്ടെന്ന് അരിസു ചോദിക്കുമ്പോൾ 5 തവണ എന്ന് അയാൾ പറയുകയും ഞാൻ കളിച്ച എല്ലാ കളിയിലും ഞാൻ തന്നെ ജയിച്ചു എന്നും അയാൾ പറയുന്നു. ഇതിനിടെ ആ വെളുത്ത മുടിക്കാരൻ അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മുകളിലെ നിലയിൽ പോയി നിൽക്കുന്നു. ഇതിനിടെ നമ്മൾ മുൻപ് കണ്ട പെൺകുട്ടി അപ്പാർട്ട്മെന്റിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഗെയിം സ്റ്റാർട്ടായി എന്ന് ഫോണിൽ മെസ്സേജ് വരുന്നു. ഇതിനിടെ അപ്പാർട്ട്മെന്റ് മുഴുവനായി ഒരു മ്യൂസിക് അടിക്കുകയും ടൈഗർ ഇപ്പോൾ എത്തുമെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതോടെ ടൈഗർ ലിഫ്റ്റിൽ കയറി 6ാമത്തെ നിലയിൽ വന്ന് ഇറങ്ങുന്നു. ഇതോടെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഇതിനിടെ പെൺകുട്ടി അവളുടെ അടുത്തേക്ക് ടൈഗർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അവൾ ടെറസിലൂടെ ചാടി താഴേക്ക് പോകുന്നു. ഇതിനിടെ അരിസുവും കറുബയും ഓരോ റൂമും തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനിടെ കോട്ടിട്ട ഒരാൾ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുകയും അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ വെടിവെച്ചിടുന്ന സൗണ്ട് അരിസു കേൾക്കുന്നു. അതോടെ അവർ പതിയെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നത് കാണുകയും അതോടെ അവർ മുകളിലേക്ക് ഒളിച്ചു നോക്കുമ്പോൾ ടൈഗർ അങ്ങോട്ടേക്ക് വരികയും അവരെ കണ്ടതോടെ വെടിവെക്കാനും തുടങ്ങുന്നു. അതോടെ അവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയും അവിടെ നിന്നും താഴേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ അവർ 4ാമത്തെ ഫ്ലോറിൽ എത്തുന്നതോടെ നിതോബെ താഴേക്ക് ഓടുമ്പോൾ അവർ 4ാമത്തെ ഫ്ലോറിൽ ഒളിക്കുന്നു. അതോടെ ടൈഗർ 4ാമത്തെ ഫ്ലോറിലേക്ക് എത്തുകയും കുറച്ചു സമയം അവിടെ നിന്നതിന് ശേഷം താഴേക്ക് പോകുന്നു. ഇതേ സമയം ചോട്ടയെ ഷിബുക്കി അവളുടെ വലയിൽ വീഴ്ത്തുന്നു. ശേഷം നിതോബയെ കാണിക്കുകയും നിതോബെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി വീണ്ടും ഓടുന്നതോടെ ടൈഗർ അവനെ വെടിവെച്ചിടുന്നു. അതോടെ ഇതൊക്കെ ഒരാൾ കാണുകയും അയാൾ പേടിച്ച് അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് ഓടുന്നതോടെ ലേസർ അടിച്ച് അയാളും മരിക്കുന്നു. ശേഷം ടൈഗർ ഒരുപാട് ആളെ വെടിവെച്ച് ഇടുകയും ഇതൊക്കെ മേളിൽ നിന്ന് അരിസുവും കറുബയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ കറുബെ എന്തെങ്കിലും ഐഡിയ ആലോചിക്കുക അരിസു എന്ന് പറയുകയും എടാ ഇതിനൊന്നും ഒരു ഐഡിയയും ഇല്ല എന്ന് അരിസു പറയുന്നു. ഇതിനിടെ ടൈഗർ അവരെ കാണുകയും അതോടെ അവർ ഒളിക്കുകയും ചെയ്യുന്നു. പക്ഷേ അരിസു വീണ്ടും ഒളിച്ചു നോക്കുമ്പോൾ ടൈഗർ തിരിഞ്ഞു നടക്കുന്നത് കാണുന്നതോടെ മുഖമൂടി കാരണം ടൈഗറിന് നല്ലപോലെ കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാവുകയും ടൈഗറിന് എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണാൻ പറ്റില്ല എന്ന് അരിസു എല്ലാവരോടും വിളിച്ചു പറയുകയും ടൈഗർ എവിടെയാണെന്ന് എല്ലാവരും ഒരേപോലെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഈ ഗെയിം ഒരുമിച്ച് ജയിക്കാമെന്നും അരിസു പറയുന്നു. അതോടെ പെൺകുട്ടി ടൈഗർ 4ാമത്തെ ഫ്ലോറിൽ ഉണ്ടെന്ന് വിളിച്ചു പറയുകയും ശേഷം അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കാണുകയും എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അവൾ ചാടി മുകളിലേക്ക് കയറുകയും ഇതിനിടെ ടൈഗർ സ്ത്രീയെ കൊല്ലുകയും ചെയ്യുന്നു. ഇതിനിടെ വെള്ളമുടിക്കാരൻ അവളെ കണ്ട് അവൾ പൊളിയാണല്ലോ എന്നൊക്കെ പറയുന്നു. അതോടെ ഫോണിൽ വീണ്ടും മെസ്സേജ് വരികയും ഗെയിം അവസാനിക്കാൻ 8 മിനിറ്റ് കൂടി ബാക്കിയുള്ള പ്ലേയേഴ്സ് 7 പേരെന്നും അതിൽ എഴുതി വരുന്നു. ഇതിനിടെ ടൈഗർ മുകളിലെ നിലയിൽ നിന്നും താഴെ നിലയിൽ നിൽക്കുന്ന പുതിയ ചെക്കനെ വെടിവെക്കാൻ നോക്കുമ്പോൾ അവൻ അവിടെ ഒളിച്ചു നിൽക്കുന്നു. അതോടെ അവൻ പേടിച്ചിരിക്കുന്നത് കണ്ട് അരിസു അവനെ അവന്റെ ഒപ്പം കൂട്ടുന്നു. ശേഷം വെള്ളമുടിക്കാരൻ ഫോൺ നോക്കുകയും 6 മിനിറ്റ് ബാക്കിയെന്ന് കണ്ടതോടെ ഇനി തുടങ്ങാമെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇതിനിടെ അരിസുവും കറുബയും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കറുബെ അവിടെ ഒളിച്ചു നിന്നതിനു ശേഷം കത്തിയെടുക്കുകയും ഞാൻ അവനെ കുത്തി മലത്തുമെന്നും പറയുന്നു. അതോടെ അരിസു അവന്റെ കയ്യിൽ ഗണ്ണുണ്ടെന്ന് പറയുമ്പോൾ പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് വരികയും ടൈഗറും മനുഷ്യനാണ്. അവന്റെ ഉയരം ഏകദേശം 190 സെന്റിമീറ്റർ വരും, 90 കിലോ വെയിറ്റ്. അവൻ ഒരു വലങ്കയ്യനാണ്. കൂടാതെ അവൻ പഴയ രീതിയിലാണ് വെടിവെക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവൻ മുൻ പോലീസ് ഓഫീസറോ മറ്റോ ആവാനാണ് സാധ്യത എന്ന് പട്ടാളക്കാരൻ പറയുമ്പോൾ പട്ടാളക്കാരന്റെ ശിഷ്യൻ ഫയർ എക്സ്റ്റിങ്ക്വിഷനുമായി വരികയും ഇതിനിടെ അരിസു അവരുടെ കയ്യിലുള്ള ടാഗ് ശ്രദ്ധിക്കുന്നുണ്ട്. അതോടെ പട്ടാളക്കാരൻ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ കറുബയ്ക്ക് കൊടുത്തതിന് ശേഷം അവനെ നമുക്കങ്ങ് തീർക്കാമെന്നും പറയുന്നു. ശേഷം പട്ടാളക്കാരൻ അരിസുവിനോട് നീ പോയി മറ്റേ റൂമിലുള്ള സ്വിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. അതോടെ അരിസു പോവാൻ നിൽക്കുമ്പോൾ കറുബെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് വേറെ വഴിയില്ല എന്ന് അരിസു പറയുമ്പോൾ പെൺകുട്ടി അങ്ങോട്ടേക്ക് ചാടി വരികയും അവൾ നോക്കിയ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയും നമുക്ക് ഒരുമിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ചാടിപ്പോകുന്നു. അതോടെ ടൈഗറെ തീർക്കാൻ വേണ്ടി പട്ടാളക്കാരൻ പോവുകയും കൂടെ കറുബയും നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇതിനിടെ പെൺകുട്ടി 2ാമത്തെ നില നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അരിസു 7ാമത്തെ നില പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ പട്ടാളക്കാരന്റെ ശിങ്കിടി ടൈഗറെ താഴേക്ക് കൂട്ടിക്കൊണ്ടുവരികയും പട്ടാളക്കാരനും കറുബയും കൊല്ലാൻ വേണ്ടി റെഡിയാവുകയും ചെയ്യുന്നു. ശേഷം ഞാൻ ഇവിടെ ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞ് അവനെ താഴേക്ക് ഇറക്കുകയും ടൈഗർ അവന്റെ നേർക്ക് വരുന്നതോടെ അഗൂനി അണ്ണാ നോക്ക് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അഗൂനി ഒന്നും മിണ്ടുന്നില്ല. അതോടെ ടൈഗർ അവനെ വെടിവെച്ച് പുകയ്ക്കുന്നു. അതോടെ ടൈഗർ കറുബയ്ക്ക് നേരെ തിരിയുകയും കറുബയെ വെടിവെക്കാൻ നോക്കുന്നതിന് മുന്നേ അഗൂനി ഫയർ എക്സ്റ്റിങ്ക്വിഷൻ വെച്ച് അടിക്കുന്നു. അതോടെ ടൈഗർ ചറപറ വെടിവെക്കുകയും ഗണ്ണിലെ ബുള്ളറ്റ് തീർന്നു പോകുന്നു. അതോടെ അവൻ റീലോഡാക്കുമ്പോൾ കറുബ അവനെ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ വെച്ച് അടിക്കുമ്പോൾ അവനെ ഒന്നും സംഭവിക്കുന്നില്ല. അതോടെ ടൈഗർ അവനെ ആഞ്ഞു ചവിട്ടുകയും അവനവിടെ വീഴുമ്പോൾ അഗൂനി ഓടി വന്ന് ടൈഗറിനെ അടിക്കുന്നു. അതോടെ ടൈഗർ അഗൂനിയെയും അടിച്ചു വീഴ്ത്തുകയും ശേഷം അവനെ കൊല്ലാൻ നോക്കുമ്പോൾ കറുബ അവനെ ബാക്കിൽ നിന്നും കത്തി വെച്ച് കുത്തുന്നു. പക്ഷെ അവൻ വേദനയൊന്നും ഇല്ലാത്തതുപോലെ കറുബയെ എടിത്തെറിയുകയും ടൈഗർ വലിയൊരു കത്തിയെടുത്ത് കറുബയെ കൊത്തുന്നു. പക്ഷെ അവൻ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതോടെ അവൻ വീണ്ടും കുത്താൻ ശ്രമിക്കുമ്പോൾ അഗൂനി ബാക്കിൽ നിന്നും ഓടി വന്ന് ചവിട്ടി വീഴ്ത്തുന്നു. അതോടെ ടൈഗർ അഗൂനിക്ക് നേരെ തിരിയുകയും ഇതിനിടെ അരിസുവിനെയും കാണിക്കുന്നു. അതോടെ അരിസു നേരത്തെ പുതിയ പയ്യനെ മുകളിൽ നിന്നും താഴേക്ക് വെടിവെച്ചത് ഓർക്കുകയും ആ വാതിലിന് നേരെ ഒരുപാട്
ഒരുപാട് വെടിവെച്ചതും അവൻ ഓർക്കുന്നു. അതോടെ അവൻ അങ്ങോട്ടേക്ക് പോവുകയും അവൻ നോക്കുമ്പോൾ വെള്ളമുടിക്കാരനും അത് മനസ്സിലായി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അതോടെ അവർ സമയമില്ലാന്ന് പറഞ്ഞ് പെട്ടെന്ന് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുകയും അവർ അതിന്റെ ഉള്ളിൽ മറ്റൊരു വാതിൽ കാണുന്നതോടെ തുറക്കാൻ മുന്നോട്ട് പോവുകയും അതോടെ ബാക്കിൽ നിന്നും മറ്റൊരു ടാഗർ അവർക്ക് നേരെ വരികയും വെടിവെക്കുമ്പോൾ അവർ രണ്ടുപേരും മാറി വെള്ളമുടിക്കാരൻ ഷോക്ക് അടിപ്പിച്ച് അതിനെ വീഴ്ത്തുന്നു. അതോടെ ടാഗർ വീണ്ടും എഴുന്നേറ്റ് അവരെ വെടിവെക്കുമ്പോൾ അരിസു ഉള്ളിലുള്ള റൂമിലും വെള്ളമുടിക്കാരൻ പുറത്തേക്കും ഇറങ്ങിപ്പോകുന്നു. അതോടെ അരിസു അവിടെ ഗെയിം കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാണുകയും അവൻ നോക്കുമ്പോൾ രണ്ടുപേർ ഒരുമിച്ച് സ്വിച്ച് അമർത്തിയാലേ ഗെയിം കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന് അവന് മനസ്സിലാവുന്നു. അതോടെ അവൻ അവിടെയുള്ള ടെറസിൽ കയറി ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുകയും ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടുപേര് വേണം എന്ന് പറയുന്നതോടെ പെൺകുട്ടി അങ്ങോട്ടേക്ക് പോകുന്നു. ഇതിനിടെ ടാഗർ വാതിൽ പൊളിച്ച് അരിസുവിന്റെ അടുത്തേക്ക് വരികയും അവനെ നേർക്ക് തോക്ക് പിടിച്ച് വെടിവെക്കാൻ നോക്കുമ്പോൾ അവൻ ടാഗറിന് നേർക്ക് ഓടി ഗൺ പിടിച്ചു വെക്കുന്നു. ഇതിനിടയിൽ അരിസു ആരെങ്കിലും സഹായിക്കാൻ വരണേ എന്ന് പറയുമ്പോൾ അഗൂനി മറ്റേ ടാഗറിന്റെ തല അടിച്ചു പൊട്ടിക്കുന്നു. ഇതേസമയം പെൺകുട്ടി അരിസുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും 10 സെക്കൻഡ് ബാക്കി നിൽക്കെ വെള്ളമടിക്കാരൻ ഷോക്ക് അവൾക്ക് ചാടിക്കൊടുക്കുകയും അവൾ അത് ടാഗറിന് നേർക്ക് അടിക്കുകയും ശേഷം അരിസുവും പെൺകുട്ടിയും 1 സെക്കൻഡ് ബാക്കി നിൽക്കുമ്പോൾ തുള്ളി സ്വിച്ച് അമർത്തുന്നു. അതോടെ ഫോണിൽ മെസ്സേജ് വരികയും ഗെയിമിൽ വിജയിച്ചു അഭിനന്ദനങ്ങൾ എന്നും വരുന്നു. അതോടെ ടാഗർ വീണ്ടും എണീക്കുകയും അവർ നോക്കുമ്പോൾ അവരെ പോലെ തന്നെ ഗെയിമിൽ കയറിയ ആൾക്കാരാണ് അവരും. അതോടെ അവരുടെ കഴുത്തിൽ നിന്നും എന്തോ ചിപ്പ് മിന്നുകയും ശേഷം അത് പൊട്ടിത്തെറിച്ച് അവർ മരിക്കുന്നു. ഇതിനിടെ ടാഗറിന്റെ ഫോണിൽ ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കുന്നത് കറുബെ കാണുന്നു. അപ്പോൾ ഇയാളും നമ്മളെ പോലെ തന്നെ ഗെയിമിൽ കയറിയതാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ അഗൂനി ഒന്നും മിണ്ടാതെ ടാഗറിന്റെ ഗണ്ണൊക്കെ എടുക്കുന്നു. ഇതിനിടെ അഗൂനിയുടെ ശിഷ്യന്റെ പോക്കറ്റിൽ നിന്നും ഒരു വോക്കി ടോക്കിയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നതോടെ കറുബെ അത് എടുത്തു നോക്കുകയും ഉത്തരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അതിൽ പറയുകയും എന്ത് ഉത്തരം എന്ന് കറുബെ ചോദിക്കുമ്പോൾ ബീച്ചിലേക്ക് മടങ്ങി വരിക എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അതോടെ കറുബെ തിരിഞ്ഞു നോക്കുമ്പോൾ അഗൂനി അവിടെ നിന്നും പോയത് കാണുന്നു. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. 3-ാമത്തെ എപ്പിസോഡുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.